പ്രവാസ ലോകത്തെ വാർത്തകൾ. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്വാലാലംപൂരിലേക്കില്ല. മോദി പങ്കെടുക്കുക ഓൺലൈനായിട്ടായിരിക്കുമെന്നാണ് സൂചന. ഞായറാഴ്ച ക്വാലാലംപൂരിൽ ആരംഭിക്കുന്ന ആസിയാൻ ഉച്ചകോടിയിൽ മോദി ഓൺലൈനായിട്ടായിരിക്കും പങ്കെടുക്കുക. മലേഷ്യൻ പ്രധാനമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. ഒക്ടോബർ 26 മുതൽ 28 വരെയാണ് ഉച്ചകോടി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് പ്രധാനമന്ത്രി മോദി ആസിയാൻ ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. നേരത്തെ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കുള്ള തന്റെ വിദേശനയ വ്യാപനത്തിൽ അദ്ദേഹം ആസിയാന് സ്ഥിരമായ മുൻഗണന നൽകിയിരുന്നു. അതേസമയം ക്വാലാലംപൂരിൽ നടക്കുന്ന ആസിയാൻ ഉച്ചകോടിയിൽ ട്രംപ് പങ്കെടുക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ പുതിയ ഫെഡറൽ ട്രാഫിക് നിയമം നിലവിൽ വന്നു. നിയമലംഘകർക്കെതിരെ കടുത്ത നടപടിയെടുത്തേക്കും. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ഗതാഗത നിയമം കർശനമാക്കി. ഗുരുതരമായ ഗതാഗത കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന വാഹനമോടിക്കുന്നവരുടെ ലൈസൻസ് പരമാവധി 3 വർഷം വരെ സസ്പെൻഡ് ചെയ്യാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്ത ലൈസൻസുമായി വാഹനമോടിക്കുന്നവർക്ക് പുതിയ നിയമത്തിൽ കർശനമായ പിഴകളും ചുമത്തും. കോടതി, ലൈസൻസിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ബോഡി എന്നിവ ഉത്തരവിട്ട സസ്പെൻഷൻ കാലയളവിൽ വാഹനം ഓടിക്കുന്നതായി കണ്ടെത്തിയാൽ അവർക്ക് 3 മാസം വരെ തടവോ കുറഞ്ഞത് 10,000 ദിർഹം പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാം. നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് 3 വർഷം വരെ സസ്പെൻഡ് ചെയ്യുക. സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം 2 വർഷം വരെ ലൈസൻസ് പുതുക്കാനുള്ള അവകാശം നിഷേധിക്കുക. ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയെ 3 വർഷം വരെ പുതിയ ലൈസൻസ് നേടുന്നതിൽ നിന്ന് വിലക്കുക എന്നിവയെല്ലാം ഗതാഗത നിയമലംഘനത്തിനുള്ള ശിക്ഷകളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ വീട്ടുജോലിക്കാരുടെ പക്കൽ നിന്ന് റിക്രൂട്ട്മെന്റ് ഫീസ് ഈടാക്കിയാൽ കുടുങ്ങും. നിയമലംഘകരായ തൊഴിലുടമയിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വീട്ടുജോലിക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പുതിയ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. റിക്രൂട്ട്മെന്റ്, വർക്ക് പെർമിറ്റ്, സർവീസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ തൊഴിൽ മാറ്റം എന്നിവയുൾപ്പെടെയുള്ള ഏതെങ്കിലും ഫീസ് തൊഴിലുടമകൾ ഈടാക്കുന്നത് വിലക്കിയിട്ടുണ്ട്. നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് 20,000 റിയാൽ വരെ പിഴയും വീട്ടുജോലിക്കാരെ നിയമിക്കുന്നതിന് 3 വർഷത്തെ വിലക്കും ലഭിക്കും. നിയമലംഘനം ആവർത്തിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ ലഭിക്കും. ഏകീകൃത തൊഴിൽ കരാർ അനുസരിച്ച് തൊഴിലാളികൾക്ക് പൂർണ്ണമായി ശമ്പളം നൽകണം. കൂടാതെ ആഴ്ചതോറുമുള്ള വിശ്രമദിനം, ജോലിക്ക് ശേഷം കുറഞ്ഞത് 8 മണിക്കൂർ തുടർച്ചയായ വിശ്രമം, ഓരോ 2 വർഷത്തിലും 1 മാസത്തെ ശമ്പളത്തോടുകൂടിയ അവധി എന്നിവയ്ക്ക് അർഹതയുണ്ട്. തൊഴിലുടമയുടെ ഇടപെടലില്ലാതെ പാസ്പോർട്ടുകൾ, റെസിഡൻസി പെർമിറ്റുകൾ തുടങ്ങിയ വ്യക്തിഗത രേഖകൾ സൂക്ഷിക്കാനുള്ള അവകാശവും അവർക്ക് ഉറപ്പു നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.